ധാരാളം കുന്നുകളും മലകളും നദികളും സമുദ്രതീരവും തടാകങ്ങളും നെൽവയലുകളുമൊക്കെയായി അനുഗ്രഹീതമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. കലാ, കായിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. വികസനത്തിന്റെ കേരള മോഡൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. നാം പുതിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വായു, ജലം, മണ്ണ് തുടങ്ങിയവയെല്ലാം ഇന്ന് കൂടുതൽ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നാം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് മാലിന്യ സംസ്കരണമാണ്. വ്യക്തിശുചിത്വത്തിൽ കേമത്വം നടിക്കുന്ന നാം ഇന്ന് നമ്മുടെ പരിസരങ്ങളെല്ലാം വൃത്തിഹീനമാക്കിയിട്ടുണ്ട്. നമ്മുടെ റോഡും തോടും നാടും പാടവും പറമ്പും നദിയും നഗരവുമെല്ലാം ഇന്ന് മാലിന്യ നിക്ഷേപ സ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞു. ജൈവമാലിന്യം, പ്രത്യേകിച്ച് അറവുശാലകളിലെ മാംസാവശിഷ്ടങ്ങൾ കൊണ്ട് മലീമസമാണ് നമ്മുടെ റോഡും തോടും നാടും പാടവും പറമ്പും നദിയും നഗരവുമെല്ലാം. ഇവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. മാലിന്യ സംസ്കരണം നമ്മളുടെ സംസ്ഥാനത്ത് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുക. കേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വിജയിക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഒരു പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ മാലിന്യങ്ങളും ഏതെങ്കിലും ഒരു ഭാഗത്തു കൊണ്ടുപോയി സംസ്കരണ പ്ലാന്റിൽ തള്ളി അവിടെ സംസ്കരിക്കുന്ന പ്രക്രിയ അത് പരിസരവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പൊതുവായി പറയപ്പെടുന്നത്. തിരുവനന്തപുരത്തെ വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പ്ലാന്റിന് പോലീസ് സംരക്ഷണം നൽകണം. ഇവിടുത്തെ മാലിന്യ കൂമ്പാരം എന്തു ചെയ്യുമെന്ന് സത്യവാങ്മൂലം നൽകാനും ഹൈക്കോടതി കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ ആഴ്ചകളായി മാലിന്യ നീക്കം മുടങ്ങിയത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കോടതി വിലയിരുത്തി. ഇതിനുള്ള അടിയന്തര പരിഹാരമെന്ന നിലയിലാണ് വിളപ്പിൽശാല പ്ലാന്റിന് കോടതി പ്രവർത്തനാനുമതി നൽകിയത്. പ്ലാന്റിന് പോലീസ് സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഭിന്നാഭിപ്രായം ഉന്നയിച്ചില്ല. വിളപ്പിൽ പഞ്ചായത്തിന്റെ ആശങ്ക അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചിരുന്നു. വിളപ്പിൽശാല പ്ലാന്റ് കരമനയാറും തിരുവനന്തപുരത്തെ വിളപ്പിൽശാല, ആലപ്പുഴയിലെ സർവോദയപുരം, തൊടുപുഴയിലെ പാറക്കടവ്, കൊച്ചിയിലെ ബ്രഹ്മപുരം, കാസർകോട്ടെ കേളുകുട്ടി, കോഴിക്കോട്ടെ ഞെളിയൻപറമ്പ്, തലശ്ശേരിയിലെ പെട്ടിപ്പാലം, കണ്ണൂരിലെ ചേലോറ, തൃശൂരിലെ ലാലൂർ തുടങ്ങിയ പ്രദേശങ്ങൾ മാലിന്യ നിക്ഷേപ വിരുദ്ധ സമരങ്ങൾ കൊണ്ട് ഇന്നും കലുഷിതമാണ്. എന്തെല്ലാമാണ് മാലിന്യങ്ങൾ, അവ എങ്ങനെയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചൊന്നും ഇനി പറയേണ്ടതില്ല. മാലിന്യ സംസ്കരണത്തിന് ഏതെല്ലാം പ്രായോഗിക മാർഗങ്ങൾ സ്വീകരിക്കണം എന്നതാണ് പ്രധാനം. അത്തരത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള മികച്ച മാതൃകകളിലൊന്നാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ. പ്രായോഗികമായി മാലിന്യ സംസ്കരണത്തിന് ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിരവധി ബയോഗ്യാസ് പ്ലാന്റുകൾ ഒരു പഞ്ചായത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിൽ ചുരുങ്ങിയത് 50 അല്ലെങ്കിൽ 100-നിടക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലെ ജൈവ മാലിന്യങ്ങൾ മുഴുവൻ അവിടെ സംസ്കരിക്കുവാൻ കഴിയുമെന്ന് മാത്രമല്ല, ബന്ധപ്പെട്ട ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഉടമകൾക്ക് പാചക ഗ്യാസ് പൂർണ്ണമായും ഇതിൽ നിന്ന് ലഭിക്കുന്ന സ്ഥിതിയും ഉണ്ടാകും. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇത് എൻ്റെ വീട്ടിൽ ആദ്യം സ്ഥാപിച്ചുകൊണ്ട് ഇതിന് മാതൃക കാണിക്കണം എന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് 4 m³ വിസ്തീർണമുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് വീട്ടിൽ തന്നെ സ്ഥാപിക്കുവാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. വളാഞ്ചേരി മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ഞങ്ങളുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ, ഇവയെല്ലാം സംസ്കരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാചക ഗ്യാസ് ഇന്ന് ഇവിടെ ലഭ്യമാക്കുവാൻ കഴിയുന്നു. കാടാമ്പുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദീപം ബയോഗ്യാസാണ് ഇത് വളരെ
ഭംഗിയായിട്ട് ഇവിടെ സംവിധാനിച്ചത്. ഈ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചതിന് ശേഷം വീട്ടിലെ ആവശ്യത്തിന് പാചകം വാതകം ഞങ്ങൾക്ക് വാങ്ങേണ്ടി വന്നു. ലാഭകരമായിട്ടുള്ളൊരു ഏർപ്പാടാണ്. പക്ഷേ 10-40,000 രൂപ പ്രാരംഭഘട്ടത്തിൽ ഇതിന് നമുക്ക് ചിലവാകും. 8,000 രൂപ കൃഷിഭവനിൽ നിന്ന് ഇത് സ്ഥാപിക്കുന്ന ആളുകൾക്ക് കിട്ടും. പക്ഷേ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ കാര്യമാണ്. നമുക്ക് പാചക വാതകം കിട്ടും എന്ന് മാത്രമല്ല, അതിനാവശ്യമായിട്ടുള്ള കുക്കിംഗ് ഗ്യാസ് കിട്ടുമെന്ന് മാത്രമല്ല, ഒരു പ്രദേശത്തിൻ്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ബാധ്യതാ നിർവഹണം നമ്മൾ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു കൃതാർത്ഥതയും കൂടി ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. തന്റെ ആദർശങ്ങൾക്ക് പ്രഭാഷണങ്ങൾക്കപ്പുറം പ്രായോഗിക മാനം കൂടിയുണ്ടെന്ന് വിശ്വസിക്കുന്ന അപൂർവം ജനപ്രതിനിധികളിൽ ഒരാളാണ് ശ്രീ KT ജലീൽ MLA എന്ന് ഇത് നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ A1 ചിക്കൻ ഏജൻസീസ് എന്ന പേരിൽ 1991 മുതൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ജൈവമാലിന്യ സംസ്കരണ രംഗത്ത് നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഒരിക്കൽ സിദ്ദീഖ് അറവു മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പൊട്ടക്കിണറിനരികെ സുഹൃത്തുമായി സംസാരിച്ചു നിന്ന് ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന എരിയുന്ന സിഗരറ്റ് കുറ്റി ഈ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, കിണറാകെ തീ പടർന്നു. കിണറ്റിലെറിഞ്ഞിരുന്ന മാംസാവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ബയോഗ്യാസാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ സിദ്ദീഖ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചു നൽകുന്ന ദീപം ബയോഗ്യാസ് ഏജൻസിയെ സമീപിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ മാംസാവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ച ബയോഗ്യാസ് പ്ലാന്റ് വൻ വിജയമായി മാറി. ഈ പദ്ധതി തന്റെ നിരവധി സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുകയും തങ്ങളുടെ സംഘടനയിലൂടെ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിന് വൻ പ്രചാരം നൽകുകയും ചെയ്തു. നമ്മളെ കേരളത്തിൽ തന്നെ ഒരു 40-45 കോഴിക്കടക്കാർക്ക് ഈ പരിപാടി നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ വലിയ പ്ലാന്റ് ഉണ്ടാക്കി കൊടുത്തു. തങ്ങളുടെ കടയിലുണ്ടായിരുന്ന മാംസാവശിഷ്ടങ്ങൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഗ്യാസും ലഭിക്കുമെന്ന് സിദ്ദീഖ് അഭിപ്രായപ്പെടുന്നു. നമ്മൾ ബയോഗ്യാസിൽ കൊള്ളാത്തത് ഞങ്ങൾ അടുത്തൊരു 10-20 വീടുകളുടെ ചെറിയ പ്ലാന്റ് ആയി കൊണ്ടുപോയിടും. പക്ഷേ ഈ സ്കൂളുകൾ കോളേജിലൊക്കെ ഇതേമാതിരി പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേമാതിരി ആര്യവൈദ്യത്തിൻ്റെ ഇതിൽ അതിലൊക്കെ അങ്ങനെ മൊത്തം അങ്ങനത്തെ ഇതിലൊക്കെ കൊണ്ടുപോയിടാറ്. ഒരു 1000 കിലോ കോയിൻ്റെ വേസ്റ്റ് 350 കിലോകളും വരും. അത് ഓരോ ബയോഗ്യാസിനും ഓരോ വീടുകളിൽ സ്ഥാപനങ്ങളിൽ എല്ലാം ഞങ്ങൾ സ്വന്തം സർവീസ് ചെയ്തിട്ട് എടുത്ത് കൊണ്ടു കൊടുക്കുന്നു. അംഗീകാരമില്ലാതെയും വേണ്ടത്ര സംസ്കരണ സൗകര്യമില്ലാതെയും പ്രവർത്തിച്ച് ഇരുട്ടിന്റെ മറവിൽ മാംസാവശിഷ്ടങ്ങൾ വഴിയരികിൽ തള്ളുന്നവർക്ക് സ്വീകാര്യമായ മാതൃകയാണ് ഈ ചെറുപ്പക്കാർ. നമ്മുടെ ഈ പരിസരത്ത്, പുത്തനത്താണി പരിസരത്ത് കോഴിയുടെ അവശിഷ്ടങ്ങൾ റോഡിലെവിടെയും ഉണ്ടാവില്ല. എല്ലാം നമ്മൾ ബയോഗ്യാസിൽ കൊണ്ടുപോകുന്നതാണ്. ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ്, പ്രായോഗികമായിട്ടുള്ളൊരു പദ്ധതിയാണ്. ഇതിന് വലിയ പ്രചാരം ജനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഓരോ ആളുകളും ഇങ്ങനെ മാലിന്യങ്ങൾ സംസ്കരിക്കുവാനുള്ള മനസ്ഥിതിയുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മളുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നത്തിന്, വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പാചകവാതകത്തിന് അനുദിനം വില വർദ്ധിച്ചു വരികയും പാചകവാതകം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജൈവമാലിന്യങ്ങൾ ഫലപ്രദമായി സംസ്കരിക്കുകയും വീട്ടാവശ്യത്തിനുള്ള പാചകവാതകം ലഭിക്കുകയും ചെയ്യുന്ന ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രസക്തി ഏറിവരികയാണ്. പാചകവാതകത്തിനായി നെട്ടോട്ടമോടാതെ വീട്ടിലെ ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ട് സംതൃപ്തരായി കഴിയുന്ന അനേകം വീട്ടമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. വിറകിനായി ആശ്രയിക്കാൻ പറമ്പോ കാടോ ഇല്ലാതെ പരിമിതമായ സ്ഥലത്ത് നിർമ്മിച്ച ചെറിയ വീടുകളിലെ അനേകം കുടുംബങ്ങൾക്ക് പാചക ഗ്യാസിന്റെ ദൗർലഭ്യം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതുതന്നെയാണ് വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കാര്യത്തിലും. ഇതിന് രണ്ടിനും പരിഹാരമാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ. 14 വർഷമായി ഇത് കത്തിക്കൽ വളർത്തിയിട്ട് ഞങ്ങൾ വിറകൊന്നും ഉപയോഗിക്കില്ല, ഗ്യാസ് മാത്രം. ഞങ്ങൾ അടുപ്പിൽ തെയ്യ് കത്തിക്കലേ ഇല്ല. കോഴി വേസ്റ്റ് ഇടും. കാടാകുമ്പോഴുണ്ട് അവർ കടയിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവരിവിടെ കൊടുന്ന് തട്ടിക്കരും. പെട്ടെന്ന് തന്നെ ചൂടാവും. ചൂട് കുറവൊന്നുമില്ല. വീട്ടിലെ ഏതു തരം അഴുകുന്ന മാലിന്യങ്ങളും വിദഗ്ധമായി സംസ്കരിക്കാവുന്ന പദ്ധതി കൂടിയാണിത്. വീടിന്റെ മുറ്റത്തിനടിയിൽ തന്നെ ബയോഗ്യാസ് ടാങ്ക് നിർമ്മിക്കാമെന്നതിനാൽ ഇതിനായി പ്രത്യേകം സ്ഥലം ആവശ്യമില്ല.
അധികം സ്ഥല സൗകര്യമില്ലാത്ത പല വീടുകളിലും മുറ്റത്തോ കാർ പോർച്ചിനടിയിലോ ബയോഗ്യാസ് ടാങ്ക് നിർമ്മിക്കാറുണ്ട്. ആദ്യകാലങ്ങളിൽ നാം ബയോഗ്യാസിനായി ഉപയോഗിച്ചിരുന്നത് കാലിവളമായിരുന്നു. അതുകൊണ്ട് തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ ഉള്ള കർഷക ഗൃഹങ്ങളിൽ പാചകവാതകത്തിന് ക്ഷാമമുണ്ടായിരുന്നില്ല. ചാണകം മാത്രം ടാങ്കിനുള്ളിൽ നിറച്ച് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളെ ഗോബർ ഗ്യാസ് പ്ലാന്റുകൾ എന്നാണ് വിളിക്കുന്നത്. ടാങ്കിൽ നിന്ന് പ്രത്യേക ട്യൂബ് വഴി ഗ്യാസ് സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്. ദിവസവും 10 മിനിറ്റ് സമയത്തെ പണി കൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഇന്ധനവും നമുക്ക് ഗോബർ ഗ്യാസ് പ്ലാന്റിലൂടെ ഉത്പാദിപ്പിക്കാം. ജോലിസ്ഥലത്ത് എത്തിച്ചേരുന്നതിനും കുട്ടികളെ സ്കൂളിലേക്കും കോളേജിലേക്കുമൊക്കെ എത്തിക്കുന്നതിനുമൊക്കെയായി ധൃതി പിടിച്ച അച്ഛനമ്മമാരുടെ നിത്യജീവിതത്തിൽ കരിയും പുകയുമില്ലാത്ത, സാമ്പത്തിക ബാധ്യതയില്ലാത്ത ബയോഗ്യാസ് അടുപ്പുകൾ ഏറെ ആശ്വാസമാണ്. 20 കൊല്ലം മുമ്പ് എൻ്റെ തറവാട്ടിൽ ഖാദി ബോർഡിൻ്റെ ഡ്രം മോഡൽ ഉണ്ടായിരുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 92-ൽ ഞാൻ കാടാമ്പുഴയ്ക്ക് താമസം മാറ്റിയപ്പോൾ എൻ്റെ ചെറിയ സ്ഥലത്ത് ഒരു ഡൂം മോഡൽ ഉണ്ടാക്കി. ഇത്രയും കാലം വരെയായിട്ടും എനിക്കത് നല്ല ഉപയോഗവും ആണ് വന്നിട്ടുള്ളത്. വീട്ടിൽ നല്ല ഗ്യാസ് നന്നായി കത്തിക്കുന്നുണ്ട്. അത്യാവശ്യം വരുന്ന അവസരത്തിൽ നമുക്ക് ലൈറ്റിനും എടുക്കാറുണ്ട്. എൻ്റെ വീട്ടിലെ മിക്ക പാചകങ്ങളും ഈ ഗ്യാസ് കൊണ്ടാണ് ഞാൻ ഇന്നും ചെയ്തു വരുന്നത്. പിന്നെ വിറക്, പുക, ഈ വക ശല്യങ്ങളൊന്നും ഇല്ല. വീട്ടിൽ പശുവുണ്ട്. അതുകൊണ്ട് എനിക്ക് ചാണകം തന്നെ ഇട്ടാൽ മതി. എനിക്കതുകൊണ്ട് നല്ല ഗുണവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ചാണകം ഒരു തൊഴുത്തുനിന്ന് ഏറ്റി കൊണ്ടുവന്ന് ഇതിൻ്റെ അടുത്തുള്ള ടാങ്കിലിട്ട് അതിനെ കലക്കി ഇങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ വക ഒന്നുമില്ല. നേരിട്ട് തൊഴുത്തിൽ നിന്ന് തന്നെയാണ് ഡൂമിലേക്ക് പോകുന്നത്. ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറന്തള്ളുന്ന സ്ലറി ഒന്നാന്തരം ജൈവവളമായി വാസുദേവൻ നമ്പൂതിരി തന്റെ തോട്ടത്തിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കുന്നു. സ്ലറി രൂപപ്പെടുന്ന കുഴിയിൽ നിന്നും ഒരു ചെറിയ മോട്ടോർ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ രീതി. ഇത് കൂടുതൽ വിളവ് ലഭ്യമാക്കാൻ സഹായകവുമാണ്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറത്തു വരുന്ന ജൈവവളം നമ്മൾ സാധാരണ മറ്റ് ജൈവവളങ്ങളെക്കാൾ വളരെ പോഷകമൂല്യം കൂടുതലാണ്. ഇന്ത്യയിൽ 2 കോടി കുടുംബങ്ങൾ ഗോബർ ഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നതായി ഇന്ത്യൻ ബയോഗ്യാസ് അസോസിയേഷൻ അവകാശപ്പെടുന്നു. ഏറ്റവും ചെറിയ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പോലും 1.5 മണിക്കൂർ നേരം ഉപയോഗിക്കുന്നതിനുള്ള ഗ്യാസ് ലഭ്യമാകും. ലോകത്തിലെ പല രാജ്യങ്ങളും ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ ബയോഗ്യാസ് ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ട്. ബയോഗ്യാസ് ഉൽപ്പാദനത്തിൽ അമേരിക്ക, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഏറെ മുന്നിലാണ്. 2008 കണക്ക് പ്രകാരം അമേരിക്കയിൽ ചാണകത്തിൽ നിന്ന് 100 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജർമ്മനി 20 വർഷം മുൻപ് തന്നെ ബയോഗ്യാസ് നിർമ്മാണത്തിനും ഉപയോഗത്തിനും നിയമം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. 1958 മുതൽ തന്നെ ചൈന ബയോഗ്യാസ് ഉൽപ്പാദനത്തിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ബയോഗ്യാസ് പ്ലാന്റുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സ്വന്തമായോ ബാങ്ക് വായ്പ എടുത്തുകൊണ്ടോ പണി കഴിപ്പിക്കാവുന്നതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ടേൺകി ഏജൻറ്റ് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. കൃഷി വകുപ്പിൻ്റെ അംഗീകാരമുള്ള ദീപം ബയോഗ്യാസ് ഏജൻസിയാണ് മലപ്പുറം ജില്ലയിൽ ഇത്തരം ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകുന്നത്.